ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ഇതാ ഇനി അവസാനിക്കാനായിട്ട് കുറച്ച് മാസങ്ങൾ കൂടിയേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, പല ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള പ്രഷർ മക്കൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതായത് നെക്സ്റ്റ് ഇയർ നമ്മൾ പോകുന്നത് 10th ബോർഡ് എക്സാം ആണ് വരാനുള്ളത്, ഈ രീതിയിലൊന്നും പഠിച്ചാൽ പോരാ, കുറച്ചുകൂടെ സീരിയസ് ആവണം എന്ന് തുടങ്ങി ഒരുപാട് ഉപദേശങ്ങളൊക്കെ മക്കൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. എന്തുകൊണ്ടാണ് എല്ലാവരും നമുക്ക് ഇങ്ങനെ ഇത്രമാത്രം കാര്യങ്ങൾ നമ്മളോട് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര കൂളായിട്ടിരിക്കുന്ന ആളാണെങ്കിലും ശരി, നമ്മുടെ ഉള്ളിലെല്ലാം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മികച്ച ഒരു കരിയറിൽ എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അതിന് ഓരോരുത്തരായിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജോബ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല, അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. അതായത് എല്ലാവരും വളരെ മികച്ച രീതിയിൽ അവരുടെ ബെസ്റ്റ് കരിയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ 12th ഒക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് എക്സാമുകളാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയുന്ന എൻട്രൻസ് എക്സാംസ് ആയിട്ടുള്ള നീറ്റ്, JEE പോലെയുള്ള നമുക്ക് കേട്ട് പരിചയം മാത്രമുള്ള ഒരുപാട് എക്സാമുകൾ ഇന്നുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത് എന്നുള്ളത്. അതൊക്കെയാണ് നമ്മളെ ഒരു എത്രത്തോളം സെറ്റിൽ ആവുന്നുണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞാൻ 12th ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ബിഗ് നോ ആണെന്നുള്ളത്. കാരണം എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകളോടാണ് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ലാസ്സിൽ, ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അപ്പർ പ്രൈമറിയിൽ എത്തുമ്പോൾ തന്നെ ഇവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഒക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നേടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരേ ഉള്ളൂ, നമുക്കത് പറഞ്ഞു തരാനായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മളെടുത്ത് ആരും ഷെയർ ചെയ്തിട്ടില്ല അല്ലേ. ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സ്വന്തം ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട്, അതായത് നിങ്ങളിപ്പോൾ 9th എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വലിയൊരു റേഞ്ച് അല്ലെ, വലിയൊരു ഏരിയ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അതായത് ഭാവിയിൽ എക്സാമിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ കോച്ചിങ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാതെ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ, പഠിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് വെച്ചുകൊണ്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നൽകുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള എക്സാംസ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാംസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിചയപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻട്രൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് അവിടെയൊക്കെ നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. കാരണം ടൈം മാനേജ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത് അല്ലേ. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫാൽക്കൺ ബാച്ച് ഉള്ളപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 9th പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെറുതായിട്ട് സെറ്റാക്കിയിട്ട് തുടങ്ങാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമ്മുടെ ബാച്ചിൽ കാണാൻ നമുക്ക്. ബൈ.